എരിയെക്കാട്ടി കൂടുതൽ ഉപ്പെണ്ണ വാരി ശരിക്കിട്ടിട്ടുണ്ട്. ദൂരെയുള്ളവരൊന്നും വന്ന് കാന്താരി മുട്ട ഒന്നും ട്രൈ ചെയ്ത് നോക്കണ്ട, അത്രയുള്ള സാധനമൊന്നും. ഇന്ന് നമ്മളുള്ളത് തട്ടാരമ്പലത്തിലാണ്. നല്ല കാന്താരി മുട്ടയും നല്ല നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട്. കോഴിമുട്ട ഇല്ലാത്തതിനാൽ താറാമുട്ടയിലാണ് ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. കാന്താരിമുട്ടയിൽ പറയത്തക്ക രീതിയിലുള്ള എരിവുള്ളതായൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്കത്ര എരിയായിട്ടും തോന്നുന്നില്ലല്ലോ, പറയത്തക്ക എരിയൊന്നുമില്ല. കുറഞ്ഞോടി നോക്കാം, ഇതിനിപ്പം കുറഞ്ഞു പോയതാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ മുട്ടയെ നമുക്ക് കഴിച്ചു നോക്കാം, ഇതിന് എരി ഉണ്ടോന്ന്. എനിക്കത്ര എരിയൊന്നും തോന്നുന്നില്ല, കാന്താരി ഉണ്ട്, പക്ഷേ എരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പറയത്തക്ക എരിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ വെള്ളം അത് പൊളിച്ചു. വെള്ളം കിട്ടി, വെള്ളം കൂടി കുടിച്ചു നോക്കാം. വെള്ളം സെറ്റ് വെള്ളം കേട്ടോ, വെള്ളം സൂപ്പർ. മുട്ട അടിപൊളിയാണ്, പക്ഷെ പറയത്തക്ക എരിയൊന്നുമില്ല. അതും കഴിച്ചു കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ പോയി അവിടുത്തെ കാന്താരി മുട്ടയും ബ്രെഡ് ഓംപ്ലേറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അവിടുത്തെ കാന്താരി മുട്ട ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ കണ്ണൂർ കോക്ടെയിൽ കഴിച്ചു നോക്കാൻ ഇനിയും വെയിറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അതും കഴിച്ച് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു. 2 കടകളിലും എടുത്തു പറയത്തക്ക രീതിയിലുള്ള എരിവുള്ളതായൊന്നും എനിക്ക് തോന്നിയില്ല. 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് മേടിച്ച് സാധനമാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ദൂരെയുള്ളവരൊന്നും വന്ന് കാന്താരി മുട്ട ഒന്നും ട്രൈ ചെയ്ത് നോക്കണ്ട. കൊട്ടാരക്കര പുത്തൂരിൽ നിന്ന് ഇവിടം വരെ വന്ന് ട്രൈ ചെയ്ത ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തട്ടാരമ്പലത്തിൽ നിന്നും ചെന്നിത്തല റോഡിലോട്ട് കയറുമ്പോൾ തന്നെ ഉള്ള